എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇനി ഭയപ്പെടേണ്ട. തേർഡ് പാർട്ടിയുടെ ശല്യം ഓർത്ത് നിങ്ങൾ ഒരുപാട് ഭയപ്പെട്ടിരുന്നു. അത് ഇനി മാറ്റിവെക്കുക. ഇതൊരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ എടുക്കുക. പക്ഷേ ഇത് ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് ബാധകമായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും സെറ്റ് ചെയ്ത ഫയലാണ്. തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. തേർഡ് പാർട്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, തേർഡ് പാർട്ടി ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ, തേർഡ് പാർട്ടി നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും ജീവിക്കാനേ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ തേർഡ് പാർട്ടിയുടെ ശല്യം ഇനി എങ്ങനെ മാറുമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും ഉണ്ടായിരുന്നു. ഈ തേർഡ് പാർട്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഏത് രീതിയിൽ രക്ഷപ്പെടാൻ കഴിയും, എങ്ങനെ മാറാൻ കഴിയും എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനും മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തേർഡ് പാർട്ടിയെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. പക്ഷെ വേണ്ട, പേടിക്കേണ്ട. തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഭീകരമായ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭീകരനോ ഭീകരയോ ആയ ആ സ്ത്രീയോ പുരുഷനോ ആരും ആവട്ടെ, അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ്. അവർ പരാജയപ്പെട്ട് പോവുകയാണ്. അവർക്കിനി വിജയിക്കാൻ കഴിയില്ല. കാരണം അവരുടെ വിജയങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അവർ ഇനി അവരുടെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒന്നും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് പോവുക. പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. നിങ്ങൾക്കും തേർഡ് പാർട്ടിക്കും ഇടയിൽ വിജയം നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരുമിക്കാൻ പോകുന്നു. എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കാനാണ് തേർഡ് പാർട്ടി ശ്രമിക്കുന്നത്, അതെല്ലാം പരാജയപ്പെടും. നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. തേർഡ് പാർട്ടിയുടെ ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, നിങ്ങളുടെ ഉറക്കം ഒരുപാട് നഷ്ടപ്പെട്ടിരുന്നു തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മൂലം. തേർഡ് പാർട്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ കുഴപ്പങ്ങൾ, അതിൽ നിന്നൊക്കെ നിങ്ങളുടെ ഉറക്കം ഒരുപാട് നഷ്ടപ്പെട്ടിരുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങൾക്ക് സമ്മാനിച്ചിരുന്നു. ഒരു ഭക്ഷണത്തിന് ശേഷം മറ്റൊരു ഭക്ഷണം, അതിനുശേഷം വേറൊരു ഭക്ഷണം. എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തേർഡ് പാർട്ടി, എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന തേർഡ് പാർട്ടി, അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നു. തേർഡ് പാർട്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, തേർഡ് പാർട്ടി ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ, അതിൽ നിന്നും പൂർണ്ണമായി നിങ്ങൾക്ക് വിജയം നേടാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നു. പൂർണ്ണമായി നിങ്ങൾ വിജയിച്ചുകൊണ്ട് മുന്നേറാൻ പോകുന്നു. തേർഡ് പാർട്ടി വളരെ നാളുകളായിട്ടുണ്ടാക്കിയിരുന്ന പ്രശ്നങ്ങൾ, ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ, അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കുണ്ടായത്. മാത്രമല്ല, തേർഡ് പാർട്ടിയുടെ മനസ്സും ഇനി മാറുന്നു. കാരണം നിങ്ങളോട് മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന് തേർഡ് പാർട്ടിയും മനസ്സിലാക്കുന്നു. അവിടെയാണ് ഏറ്റവും വലിയ വിജയം ഉണ്ടാകുന്നത്. തേർഡ് പാർട്ടി മനസ്സിലാക്കുന്നു ഇനി നിങ്ങളോട് മത്സരിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ തേർഡ് പാർട്ടി നിങ്ങളോടുള്ള മത്സരത്തിൽ നിന്ന് പിന്മാറിപ്പോകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. തേർഡ് പാർട്ടിയുടെ ജീവിതത്തിൽ ഇനി നിങ്ങളോട് മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന് തേർഡ് പാർട്ടി കൃത്യമായി മനസ്സിലാക്കുന്നു. അവിടെ ഒരു വലിയ വിജയമാണ് നിങ്ങൾക്കുണ്ടാകാൻ പോകുന്നത്. തേർഡ് പാർട്ടി എല്ലാ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ മറ്റെല്ലാനും വെടിഞ്ഞുകൊണ്ട്, മറ്റെല്ലാത്തിനെയും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ചിന്ത വരുന്നു. ഇതുവരെ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്കുള്ള ആ ഒരു ഒഴുക്കിനെ, അല്ലെങ്കിൽ നിങ്ങളിലേക്കുള്ള എത്തിച്ചേരാൻ പല തടസ്സങ്ങളും ഉണ്ടായി. ഈ തേർഡ് പാർട്ടി ഉൾപ്പെടെയുള്ള ആളുകളുണ്ടാക്കിയ തടസ്സങ്ങൾ, അവരുണ്ടാക്കിയ നുണകൾ, നിങ്ങളെയും ആ വ്യക്തിയും തമ്മിൽ പരസ്പരം നിങ്ങളറിയാതെ തന്നെ തമ്മിലടുപ്പിക്കാൻ ശ്രമിച്ച പ്രവർത്തനങ്ങൾ, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നിങ്ങൾക്കെതിരെ അവർ നടത്തിയിരുന്നു. തേർഡ് പാർട്ടിയെ സഹായിക്കാനായിട്ട് നിരവധി പേരുണ്ടായിരുന്നു. അതായത് നേരിട്ട് നിങ്ങളോടുള്ള വൈരാഗ്യം തീർക്കാതെ തേർഡ് പാർട്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളെ തകർക്കാൻ ശ്രമിച്ച, നിങ്ങൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ആൾക്കാരുണ്ട്. അവരുടെയും പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്കും തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ കഴിയുന്നു. നിങ്ങൾ നിങ്ങളുടെ വ്യക്തികൾ സന്തോഷപൂർണ്ണമായിട്ട് ജീവിക്കുന്നു. നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സമാധാനമാണ് തേർഡ് പാർട്ടി കൂടുതലായിട്ട് കെടുത്താൻ നോക്കിയത്. കുറേ തരത്തിലുള്ള മനസ്സമാധാനം, അതിനുവേണ്ടി നിങ്ങളുടെ വ്യക്തിയോടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടും ഒക്കെ മോശമായ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും അവരുടെ ചിന്തയിൽ, അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ ഓടിക്കാനുള്ള പല പ്രവർത്തനങ്ങളും തേർഡ് പാർട്ടി എടുത്തു. അതിൽ തെറ്റിദ്ധാരണകളുണ്ടായി. തെറ്റിദ്ധാരണജനകമായ
പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർ ശ്രമിച്ചു. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് പോലും നിങ്ങളോട് ഒരുപാട് വിയോജിപ്പുകളുണ്ടായി. നിങ്ങളുടെ വ്യക്തി തന്നെ നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യം ഉണ്ടായി. നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ വ്യക്തി എത്തി. അത് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തി. ഇപ്പോൾ അതൊക്കെ മാറി വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെത്തുന്നു. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു. നിങ്ങൾക്ക് അനുകൂലമായൊരു തരംഗം ഉണ്ടാകുന്നു. തേർഡ് പാർട്ടിയും മറ്റുള്ള ആളുകളും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിൽ നിന്ന് വിഭിന്നമായിട്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ വ്യക്തി ശരിയായിരുന്നു. ഞാൻ ഈ തേർഡ് പാർട്ടിയുടെയൊക്കെ വാക്ക് കേട്ടിട്ട് അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന ആളുകളുടെ വാക്ക് കേട്ടുകൊണ്ട് എടുത്ത ചില തീരുമാനങ്ങൾ എൻ്റെ വ്യക്തിക്കെതിരായിരുന്നു. ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുതായിരുന്നു. അങ്ങനെ പൂർണ്ണമായും സത്യത്തിലേക്കും നന്മയിലേക്കും നിങ്ങളിലേക്കും ആ വ്യക്തി അടുക്കുന്നു. ആ വ്യക്തിയുടെ തീരുമാനങ്ങൾ ഇപ്പോൾ അങ്ങനെ തേർഡ് പാർട്ടി അങ്ങനെ വിജയിച്ചു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ തമ്മിൽ വലിയ അകലം ഉണ്ടാകുമായിരുന്നു. നിങ്ങൾ തമ്മിൽ അകലം ഉണ്ടാക്കാനായിട്ട് തേർഡ് പാർട്ടി ശ്രമിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളുടെ പോസിറ്റീവ് എനർജി നൽകുന്ന പിന്തുണയും ഇല്ലാതിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകന്നു പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുമായിരുന്നു. തേർഡ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളൊക്കെ അത്തരത്തിൽ ഉള്ളതായിരുന്നു. തേർഡ് പാർട്ടി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ അവിടെ ഒരു കൃത്യമായൊരു പോസിറ്റീവ് എനർജിയുടെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായ വിയോജിപ്പുകളൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടായതാണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി. നിങ്ങളുടെ വ്യക്തിക്ക് അത് ക്ലിയർ ചെയ്ത് പോകുന്ന അവസ്ഥയിലേക്ക് എത്തി. അതൊരു വലിയ വിജയമാണ്. അതൊരു പോസിറ്റീവ് തരംഗമായിട്ട് കൂട്ടാം. നിങ്ങളെ എതിർക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളെ സഹായിക്കുന്നവരുണ്ടാവുന്നു. ഈ തേർഡ് പാർട്ടി സജീവമായിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങൾക്കെതിരെ പ്രശ്നങ്ങൾ വലുതായിട്ടുണ്ടാകുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ പറയുന്നതല്ല വിശ്വസിച്ചിരുന്ന ആളുകൾ, തേർഡ് പാർട്ടി പറയുന്നതാണ്. നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആരെന്ത് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാൻ നിൽക്കുന്ന ആൾക്കാർ. നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തി. നിങ്ങളെ ശരിക്കും അറിയാവുന്ന ആൾക്കാർ അതിലുണ്ടായിരുന്നു. അവരും പറഞ്ഞ് നിങ്ങൾ മോശമാണ്, നിങ്ങൾ അതാണ് ഇതാണ്. തേർഡ് പാർട്ടിയെ അതിര് കവിഞ്ഞ് വിശ്വസിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായി. ഇത്രയും കുഴപ്പങ്ങളുണ്ടാകുന്ന തേർഡ് പാർട്ടിയാണല്ലോ ഇവർ വിശ്വസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറി. തേർഡ് പാർട്ടിയുടെ എല്ലാ തന്ത്രങ്ങളും എല്ലാ നുണകളും എല്ലാ വ്യാജങ്ങളും നേരിട്ടല്ലാതെ നടത്തിയത് പൊളിഞ്ഞ് പാളീസായപ്പോൾ തേർഡ് പാർട്ടിയെക്കുറിച്ച് ആളുകൾക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യം നിങ്ങളെക്കുറിച്ചാണ്. പിന്നെ അവർ നിങ്ങളെ സഹായിക്കുന്ന രീതിയിലേക്കെത്തി, നിങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിലേക്കെത്തി എന്നുള്ളതാണ്. നിങ്ങൾക്ക് പൂർണ്ണമായി നീതി കിട്ടുന്ന, നിങ്ങളുടെ പ്രണയത്തിൻ്റെ സാഫല്യം ഉണ്ടാവുന്ന, നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്നും ശക്തമായ ഒരു സംരക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നു. ഒന്നും പറയാനില്ല, ഒന്നും വിഷമിക്കേണ്ട. ഇത്രയും കാലം അനുഭവിച്ച വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞേക്കുക. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളിൽ നിന്നുള്ള രക്ഷ കിട്ടുന്നു. അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.